നസ്കർ, കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ എനിക്കൊരു ഓഡിയോ അയക്കുന്നു. ആ വീട്ടമ്മയുടെ പേരോ വിശദാംശങ്ങളോ ഞാൻ പുറത്തുവിടാത്തത് അവരുടെ സ്വകാര്യതയെ, സുരക്ഷയെ ബാധിക്കും എന്നതുകൊണ്ടാണ്. പിണറായി വിജയൻ്റെ സർക്കാർ കാട്ടുന്ന കൊള്ളരുതായ്മകൾ, അവർ നമ്മുടെ ജീവിതം നരകതുല്യമാക്കിയിരിക്കുന്നത് എങ്ങനെ എന്ന് അവരുടെ സാധാരണ അറിവിൽ നിന്നും അവർ വ്യക്തമാക്കുന്നു. എല്ലാ ഫീസുകളും വർദ്ധിപ്പിച്ച്, എല്ലാ സൗജന്യങ്ങളും അവസാനിപ്പിച്ച്, നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 10 മടങ്ങായി വരുമാനം വർദ്ധിപ്പിച്ച്, എന്നിട്ട് ആ പണമെല്ലാം കട്ടു തിന്നുന്ന, അതെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റിയിലൂടെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന സർക്കാരിൻ്റെ തനി നിറമാണ് ഈ വീട്ടമ്മയുടെ വാക്കുകളിൽ തെളിയുന്നത്. ചാനലുകളിലും പത്രങ്ങളിലും വെബ് സീരീസിലും യൂട്യൂബ് വീഡിയോകളിലും റോഡരികിലും ഭിത്തിയിലും മരങ്ങളിലുമൊക്കെ നുണ എഴുതി വെച്ച് നമ്മുടെ ഖജനാവ് കാലിയാക്കാം എന്നല്ലാതെ സർക്കാർ പറയുന്നതിൽ ഒന്നും അർത്ഥമില്ലെന്നും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള വലിയൊരു കൊള്ളയാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ വീട്ടമ്മ എണ്ണി എണ്ണി പറയുന്നു. സാധാരണ മനുഷ്യർ എത്ര ആഴത്തിലാണ് ഈ സർക്കാരിൻ്റെ തട്ടിപ്പുകൾ തിരിച്ചറിയുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഓഡിയോ. നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, പ്രതിപക്ഷ പാർട്ടികൾ വേണ്ടതുപോലെ പറയാത്ത വിഷയങ്ങൾ കൃത്യമായി ഈ വീട്ടമ്മ ഒരു സന്ദേശത്തിലൂടെ എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ നഗ്ന സത്യം. നമ്മൾ കേൾക്കുന്നതെല്ലാം പച്ച നുണകളാണ്. കേൾക്കുക. നികുതി പണം കളക്ട് ചെയ്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ എടുക്കാൻ വേണ്ടി ആണ് മൊത്തം അടിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പൊ തന്നെ ഒരു 10 വർഷത്തിന് മുൻപെന്ന് പറഞ്ഞാൽ UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴുള്ളതിനേക്കാളും വരുമാനം, നികുതി പണവും ഫൈനും ഫീസ് ഇനത്തിലൊക്കെ വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു 3000 ഇരട്ടിയെങ്കിലും ഉണ്ടെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. അത് മൊത്തം എടുത്ത് നോക്കിയാൽ തന്നെ അറിയത്തുള്ളൂ വരുമാനം. ഈ വരുമാനം നമ്മൾക്ക് ഒരു തരത്തിലും പബ്ലിക്കിന് സേവയായിട്ട് കിട്ടുന്നില്ല. നേരത്തെ തന്നിരുന്ന നികുതി പണത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നത്. വളരെ റെയറായിട്ട് മെഡിസിൻസ് ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരുവിധം നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് മെഡിസിൻസ് കിട്ടും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടന്നിരിക്കട്ടെ, ജനറൽ വാർഡിന് വരെ പേയ്മെന്റ് ഇപ്പൊ കൊടുക്കണം. അത് പലതരം ജനറൽ വാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 50% കൊടുക്കേണ്ട BPL ഉള്ള ആൾക്കാര്, പിന്നെ അല്ലാതെ മുഴുവനും 110 രൂപ, അവർക്കെന്ന് വെച്ചാൽ 55 രൂപയാണ് കൊടുക്കേണ്ടത്. ജനറൽ വാർഡിലെ കാര്യമാണ് പറയുന്നത്. വേറെ പേയിങ് ജനറൽ വാർഡെന്നും പറഞ്ഞിട്ട് ഉണ്ട്. അവിടെ ഒരാൾ 110 രൂപയാണ് കൊടുക്കേണ്ടത്. പേ വാർഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉള്ള 250 രൂപയൊന്നും അല്ല, ഇപ്പം 570 അതിന്റെ ടാക്സും ആണ് ജനറൽ കുറെ ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് എല്ലാ ട്രീറ്റ്മെന്റിനും, ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റിനും, ആയുർവേദത്തിൽ തന്നെയല്ല എല്ലാത്തിനും ഉണ്ട്, ട്രീറ്റ്മെന്റിന് പൈസ കൊടുക്കണം. ആയുർവേദത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു 2 മാസമൊക്കെ അത്രയ്ക്ക് വയ്യാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. 2-3 മാസമൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെന്ന് വെച്ചാല് ഓരോ ട്രീറ്റ്മെന്റിന് 1400 രൂപ ഒരു ദിവസം. അതും 1 മണിക്കൂർ ചെയ്തിരുന്ന ട്രീറ്റ്മെന്റ്, ഇപ്പം ഒരു തിരുമലോ അങ്ങനെയൊക്കെ തുടങ്ങിയ ഇതിനാണെങ്കിൽ 1 മണിക്കൂർ എടുത്താലാണ് ശരീരത്തിന് ഇത് കിട്ടണത്. പക്ഷെ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം. ഇത്രയും ചെയ്യുന്നതിന് 1400 രൂപയാണ് വാങ്ങിക്കുന്നത്. ചില ട്രീറ്റ്മെന്റിന് 700 രൂപയാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ പോലും അവര് അതിനകത്ത് ബില്ല് ഇത് വരുന്നുണ്ട്. പിന്നെ മുമ്പൊക്കെ ആശുപത്രി ജനറൽ ഹോസ്പിറ്റലിൽ കടന്നിട്ട്, ഏത് ഹോസ്പിറ്റലാണെങ്കിൽ കടന്നിട്ട് വരുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഒന്നും ചെയ്യണ്ടായിരുന്നു. BPLകാർക്ക് ഇപ്പൊ ചെയ്യണ്ടായിരിക്കും, അറിയില്ല. BPLകാർക്കും ഉണ്ട് 55 രൂപ വാർഡിന് ഇത് പേ ചെയ്യണം. അതൊക്കെ ഇൻഷുറൻസ് ഉള്ളവർ അതിൽ നിന്നൊക്കെ തട്ടിക്കഴിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് അറിയാത്തത്. ഞാനൊന്നും ഇൻഷുറൻസ് ഉപയോഗിച്ച് ഒരു ഹോസ്പിറ്റലിൽ കിടക്കാറില്ല. അതെന്താന്ന് വെച്ചാൽ ഇൻഷുറൻസുകാരുടെ ഇത് വെച്ചിട്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യം പറയട്ടെ. അപ്പം ഒരു പ്രാവശ്യം കടന്നിട്ട് പോരുമ്പോ 64,000 രൂപയൊക്കെയാണ് പേയ്മെന്റ് വരുന്നത്. നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണെങ്കിലും നമുക്ക് പൈസ ഇല്ലാത്ത റിട്ടയർമെന്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ കടങ്ങളുടെ മേളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ കടങ്ങളുള്ളവരുണ്ട്. വരുമാനം മാത്രം നോക്കിയാൽ പറയല്ലോ. ഒരു പേയ്മെന്റ് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പെൻഷൻ കിട്ടുന്നത് കയ്യിൽ വാങ്ങിക്കാനേ പറ്റാത്ത വിധം അത് കട്ട് ചെയ്ത് പോകും, ലോൺ കട്ട് ചെയ്ത് പോകും.
പിന്നെയുള്ള കടങ്ങൾക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് വേണം ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ കാര്യം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ ഈ എല്ലാ കാര്യത്തിനും ഒരു ബിൽഡിംഗ് ടാക്സ്, നേരത്തെ ഒരു ബിൽഡിങ്ങിന് വയ്ക്കാനായിട്ടുള്ള പെർമിറ്റിന് നമ്മൾ 30 രൂപ കൊടുത്താണ് ഞാൻ 2013 ബിൽഡിംഗ് പെർമിറ്റ് എടുത്തത്. 30 രൂപ. ഇപ്പൊ അത് എത്ര രൂപയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. എനിക്കിപ്പോ വീടൊന്നും വെക്കാത്തത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരെ കുറിച്ചൊന്നും അറിയില്ല. എന്നാലും എഴുതി കേട്ടിടത്തോളം 5000 10,000 എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഏരിയ അനുസരിച്ചിട്ടൊക്കെ. പിന്നെ അതിൽ കൂടുതൽ വലിയ ബിൽഡിംഗ് വയ്ക്കുന്നവർക്ക് ലക്ഷങ്ങളൊക്കെ കൊടുക്കണ്ടേന്ന് പറയുന്നുണ്ട്. ഈ പണമൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്നിട്ട് പിന്നെയും UDF സർക്കാർ പോകുന്ന സമയത്ത് 1,00,000 സംതിങ് കോടിയാണ് കടമുണ്ടായിരുന്നത്. ഇപ്പൊ ഏതാണ്ട് 5 ലക്ഷം കോടിയായി. ഈ കടവും കൂടി എടുത്തിട്ടാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊണ്ടുപോകുന്നത്. വേറെ ഒരാൾക്കും വലിയ കൊട്ടേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഇതിന് നിരത്തിപ്പിടിച്ച് കെട്ടിടം പണിയലും റോഡ് പണിയലും എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതെല്ലാം ചെയ്യുന്നതും. സാധാരണ ജനങ്ങളിലേക്ക് 1 രൂപ ഒരു കൊട്ടേഷൻ സാധാരണ ജനങ്ങളാണ് എടുക്കണമെങ്കിൽ അവർക്കത് കിട്ടുന്നുണ്ടെന്ന് വെക്കുക, കുറെ പണിക്കാർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് വെക്കുക. ഇത് പാർട്ടിക്കാർക്കും പാർട്ടിയുടെ പേരിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്കുമാണ് പോകുന്നത്. ഇതൊന്നും ആരും പറയാത്തത് എന്താ? ഇവര് വന്നതിന് ശേഷം ബസ് ചാർജ് കൂട്ടിയപ്പോ എല്ലാരും വിചാരിക്കുന്നത് 8 രൂപ എന്നുള്ളത് 10 ആക്കിയെന്ന്. ഒരു ചെറിയ ഉദാഹരണം, ഈസ്റ്റ് പോർട്ടിന്നോ അല്ലെങ്കിൽ തമ്പാനൂരിന്നോ പട്ടം വരെ പോകാനായിട്ട് 8 രൂപ മതിയായിരുന്നു. ഇപ്പൊ അത് പോകണമെന്നുണ്ടെങ്കിൽ 15 രൂപ വേണം. അതുപോലെ ഇരട്ടിയാണ് മാറിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾക്ക് കൊല്ലം വരെ പോകാനോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി വരെ പോകാനൊക്കെ ഒരു 68 രൂപയോളം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 100 ചില്ലാനം 120 എത്രയോ 128 അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇരട്ടിയാക്കിയിട്ടാണ് പറയുമ്പം 8 രൂപ എന്നുള്ളത് 10 രൂപയാക്കുള്ളൂ എന്നാണ് പറയുന്നത്. എന്തെല്ലാം ഇത്രയും കടം കിടക്കുമ്പോഴത്തേക്ക് എത്രയോ വണ്ടികൾ എടുത്തു. ഒരു വണ്ടിക്ക് ബസ്സിന് 25 ലക്ഷമോ 24 ലക്ഷമോ ഒക്കെ കൊടുത്താൽ കിട്ടുന്ന സമയത്ത് 1 കോടി രൂപയുടെ വണ്ടി എടുക്കേണ്ട കാര്യം ധരിക്കണം കടങ്ങളിൽ കിടക്കുമ്പോൾ. ഈ ടാക്സ് വരുന്നത് എങ്ങോട്ട് പോകുന്നു? ഈ ടാക്സ് വന്നിട്ട് അത് ഇത്രയധികം ടാക്സ് വന്നിട്ട് അത് ഉപയോഗിക്കാതെ ഇതൊക്കെ ഒന്ന് ഇലക്ഷൻ ടൈമിന് ഇത് ആരെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടെങ്കിൽ UDFന് തമ്മിൽ തല്ലാണ്. അവർക്ക് പറയാനൊന്നും നേരമൊന്നുമില്ല, ഇതൊന്നും എടുത്തു കാണിക്കാനൊന്നും നേരമില്ല. അവർക്ക് തമ്മിൽ തല്ല. സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ലക്ഷം പോലും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഒരു മീറ്ററൊക്കെ എടുത്തെടുത്തൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ 3 കോടി 4 കോടിയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടാണ് ഈ സ്ഥലം എടുക്കുന്നത്. ഒരു സാധാരണക്കാരന് എങ്ങനെ ഒരു വീട് വയ്ക്കാനായിട്ട് 2 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റും? ഒരു സാധാരണക്കാരൻ, നമുക്കൊക്കെ വസ്തുക്കൾ ഉള്ള ആൾക്കാർക്ക് അത് കുഴപ്പമില്ലെന്ന് വെക്കേ. അല്ലാതെ ഒരു കട വയ്ക്കണം, ആൾക്കാർക്ക് എന്തെങ്കിലും ഉപജീവനത്തിന് വേണ്ടി ഒരു കട വയ്ക്കണം, എങ്ങനെ സ്ഥലം എടുക്കും? 2 സെന്റ് സ്ഥലം മേടിക്കണം, എന്ത് ചെയ്യും? പറ്റുമോ? ഇല്ല. അപ്പൊ ഇതൊന്നും പറയാൻ ആളില്ല. അതുപോലെ തന്നെ ഒരു ഉദാഹരണം, ഇപ്പം ഏതോ ഒരു റോഡ് തമ്പാനൂരിന്ന് മറ്റേ നെടുമ്പങ്ങാട് ഭാഗത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിക്ക് പോകുന്ന മെയിൻ റോഡാണ്. അത്രയും അതൊരു ഹൈവേയുടെ പ്രാധാന്യമുള്ള റോഡാണത്. അത് 21 മീറ്ററാണ് അവരെടുക്കുന്നത്. 21 മീറ്റർ ഒന്നിനും പോരാ. എന്നിട്ട് ആ 21 മീറ്ററിന് വേണ്ടി ചെലവാക്കുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ഇരട്ടിയാണെന്നറിയാമോ? ഈ 60 മീറ്റർ എടുക്കുന്നതിനേക്കാളും കൂടുതൽ രൂപയാണ് അവിടെ ചെലവാകുന്നത്. അതും പോരാഞ്ഞിട്ട് MLA-മാരുടെയും പാർട്ടിക്കാരുടെയും സ്ഥലം വരുമ്പോഴത്തേക്കും പണ്ടത്തേനേക്കാളും ഒന്ന് നോക്കിയാൽ അറിയാം. വഴയില പാലം മുതല് ഒരു ചെറിയ ഒരു കാര്യം, വഴയില പാലം മുതൽ ഏണിക്കര വരെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും എത്രയോ വളവ് കൂട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അവിടെ MLA-യുടെ സ്ഥലവും പാർട്ടിക്കാരുടെ സ്ഥലവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വളവ. ഇനി നോക്കൂ, ആ പണി തീർന്നു കഴിയുമ്പോഴത്തേക്കും മരണത്തിന്റെ മരണമായിരിക്കും. അങ്ങനെയാണ് ആ റോഡിന്റെ കിടപ്പ് കിടക്കുന്നത്.